എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ശാരി മനോഹറിനോട് ആ സത്യങ്ങളൊക്കെ അങ്ങോട്ട് വെളിപ്പെടുത്തുവാണ്. ഇത്രയും കാലം മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ മനോഹർ മൂടി വെച്ച് കൊണ്ടു നടക്കുമായിരുന്നു. അവസാനം ശാരിയുടെ മുന്നിൽ മനോഹർ പിടിക്കപ്പെടുവാണ്. എല്ലാ കള്ളത്തരങ്ങളും പൊട്ടി പാളീസായി കഴിഞ്ഞപ്പോൾ അവസാനത്തെ വജ്രായുധം മനോഹർ അങ്ങനെ പുറത്തെടുക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം പ്രകാശിന്റെ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു ലക്ഷ്മി അമ്മേനെ തകർക്കാന്നുള്ളത്. അപ്പൊ ആ പ്ലാനുകളും പദ്ധതിയൊക്കെ തകർന്ന് തരിപ്പണായി പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പ്രകാശം വന്നിട്ട് അവളോട് കാർത്തിയോട് പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മോളുടെ അമ്മയായിട്ടുള്ള എന്റെ വിവാഹം ഉടനെ നടക്കും, അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കാർത്തികയ്ക്ക് ഒരു കാര്യം ഉറപ്പായി, എന്തൊക്കെയോ ഇയാള് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ അമ്മേനെ മിക്കവാറും ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അമ്മ ഇത് നേരത്തെ കണ്ടിരിക്കുന്നല്ലേ, പ്രകാശം മനസ്സിൽ കാണുമ്പോൾ അമ്മ മാനത്ത് കാണുന്ന ആളാ, എന്നാലും അമ്മയോടൊന്ന് സൂക്ഷിക്കാൻ പറയണം എന്ന് കരുതിയിട്ട് കാർത്തിക് എന്ത് ചെയ്യണം, നേരെ ലക്ഷ്മിനെ കാണാനായിട്ട് ചെല്ലുവാണ്. ലക്ഷ്മിനെ കണ്ടിട്ട് പറഞ്ഞു, അതെ അങ്ങേരെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടമ്മേന്ന് പറയണം. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട, മോൾക്കറിയാലോ എനിക്ക് എപ്പോഴും എന്തായാലും ഇവിടെ ഒരു കാവലുണ്ടായിരിക്കും. അയാളുടെ വിചാരം എന്താ, ഞാൻ വെറും പൊട്ടിയായിരിക്കുന്നു, അങ്ങനെ ഒരിക്കലും ഇല്ല, മോൾക്കറിയാലോ. എന്നാലും അമ്മയൊന്ന് സൂക്ഷിക്കുന്നല്ലാന്ന് പറയണം. അതൊക്കെ കുഴപ്പമില്ല മോളെ, അതോർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ കിരണിനോടും കല്യാണിയോടും കൂടെ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കട്ടെ, അവരെന്താ പറയണമെന്ന് അറിയില്ലോ എന്ന് പറയണം. പിന്നീട് കിരണിനും കല്യാണിയെ കാണാനായിട്ടൊക്കെ കാർത്തിക് ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, അച്ഛൻ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തോളും, ആ കാര്യത്തിൽ ഒരു വിഷമവും വേണ്ട. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് വിളിച്ചാൽ മതി, അതോടുകൂടി നമുക്ക് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാം, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കല്യാണി പറഞ്ഞു, കാർത്തിയേച്ചി എന്തിനാ പേടിക്കണേ, ഒന്നുമല്ലേലും ഞാനും കിരണേട്ടനും അച്ഛനും എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഇനിയിപ്പം കാർത്തിയേച്ചിയുടെ അമ്മേനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം ഞങ്ങളെ എന്തെങ്കിലും ചെയ്യണം, എന്നിട്ട് മാത്രം ലക്ഷ്മി അമ്മൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം. കാർത്തിക് എന്തെന്നില്ല സന്തോഷം തോന്നി. ചെന്നൈയിൽ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവര് തങ്ങളെ സഹായിക്കുന്ന മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത്ര മാത്രം ഇവർ തങ്ങളോട് അടുക്കുന്നു, ഇത്ര പെട്ടെന്ന് അടുക്കുന്നു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. അങ്ങനെ കാർത്തിയെ സന്തോഷത്തോട് കൂട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. ആ സമയം പ്രകാശം ഭയങ്കര സന്തോഷത്തോടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഭാനുമതി മുത്തശ്ശി ചോദിച്ചു, എന്താണ് പ്രകാശ, നിന്റെ മുഖത്ത് 2 ദിവസം ഉണ്ടായിരുന്ന ആ സങ്കട ഭാവമൊക്കെ മാറിയില്ലോ, ഒരു സന്തോഷമൊക്കെ വന്നല്ലോ എന്ന് പറയണം. അമ്മേ, സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കണേന്ന് പറയണേ. എന്ത് കാര്യങ്ങള്? അത് പിന്നെ ഉണ്ടല്ലോ ആ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കിയെന്ന് പറയാം. നീ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അമ്മേ, അവളെ അങ്ങോട്ട് ക്ലോസ് ആക്കിയേക്കാം, ഇനി അവളെ ജീവിച്ചിടാൻ നമുക്ക് ആപത്താന്ന് പറയണം. എടാ പ്രകാശ, നീ എന്താടാ പറയണെന്ന് ചോദിക്കാം. എന്റെ അമ്മയെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, പേടിച്ചിരുന്ന ഈ ലോകത്തൊന്നും നേടാനായിട്ട് സാധിക്കില്ലെന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇനിയിപ്പം നമ്മള് മുന്നോട്ട് നമ്മുടെ ജീവിതം നമ്മൾ കരിപ്പിടിപ്പിക്കണമെങ്കിൽ ആ ലക്ഷ്മിനെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം പറയണം. അതിനൊക്കെയുള്ള ആളെ ഏർപ്പാടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് കയറി വന്നു. വിക്രം പറഞ്ഞു, അച്ഛാ എല്ലാം സെറ്റായെന്ന് ചോദിക്കാം. സെറ്റ് ആയടാ മോനെ, ഇനി ഒരു കാരണവശാലും നിനക്ക് ആ MD കസാരൻ ഇറങ്ങേണ്ടി വരത്തില്ല. അത് മാത്രമല്ല ഈ പ്രകാശൻ ഈ രാജാവിനെ പോലെ വാഴും. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഞാനും കാർത്തികയുടെ അമ്മ മഹാലക്ഷ്മിയായിട്ടുള്ള കല്യാണമൊക്കെ നടക്കുമെന്ന് പറയാണ്. വിക്രം പറഞ്ഞു, നടക്കണോ അച്ഛാ, എന്നിട്ട് വേണം ആ കല്യാണിന്റെ കിരണിന്റെ മുന്നിൽ കൂടെ ഒന്ന് കൈ പിടിച്ച് അച്ഛൻ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചെന്നറിയാവോ. എന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയുടെ മുന്നിൽ കൂടെ അച്ഛൻ അവരുടെ കൈ പിടിച്ച് നടക്കണം, അതിന്റെ ഒരു വാശിയാന്ന് പറയണം. നീ കാത്തിരുന്നോടാ മോനെ, അധികം വൈകാതെ ആ സുന്ദര നിമിഷങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയണം. വിക്രം പറഞ്ഞു, അതിനുശേഷം വേണം എനിക്ക് നല്ലൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനായിട്ട്, എന്നിട്ട് സോണിയുടെ മുന്നിൽ കൂടെ എനിക്കൊന്ന് നടന്നു കാണിക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ, ഈ കാര്യവും നടക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാന്ന് പറയണം. അങ്ങനെ പ്രകാശനും ഭയങ്കര സന്തോഷത്തിലാ. പക്ഷേങ്കില് ശാരി ആകെപ്പാടെ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത്. വീട്ടിലേക്ക് കയറി വന്നപ്പോ ശാരിയുടെ മനസ്സിന്റെ നിയന്ത്രണം തെറ്റിപ്പോയി. അത്ര സമയം വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല. സരുവിനെയും കുഞ്ഞിനെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സമനില തെറ്റിപ്പോയി. ശാരി ഓടിച്ചെന്ന് സരുവിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്താ അമ്മേ, അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുക. ഒന്നുമില്ല മോളെ, അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇത്ര നാളും അച്ഛനായിരുന്നു, ഇപ്പോഴമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുക. അമ്മയുടെ മനസ്സിൽ എന്താ, അമ്മ എന്താന്ന് പറ എന്ന് പറയാണ്. ഒന്നുമില്ല മോളെ, വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ടെ. അതെ മോളെ,
മോൾ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകാൻ നോക്കാൻ പറയണം. അമേരിക്കയിൽ പോകാനായിട്ട് ഇനി 5-6 മാസമെങ്കിലും പിടിക്കൂന്നല്ലേ മനുവേട്ടൻ പറഞ്ഞ്. പിന്നെ എങ്ങനെയാ അമ്മയെന്ന് ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയില്ല മോളെ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതം ശരിയാകത്തില്ലെന്ന് പറയണേ. ഇവിടെ എന്നാ ശരിയാകത്തില്ലേ? നമ്മൾ ആരെ കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല മോളെ. ആ സ്വന്തം ഭർത്താക്കന്മാരെ ആണെ പോലും നമ്മൾ കണ്ണടിച്ച് വിശ്വസിക്കില്ല. ഓഹോ, അച്ഛന്റെ സ്വഭാവം അങ്ങനെയാന്ന് ഓർത്തോണ്ട് ഇതേ എന്റെ മനുവേണ്ട സ്വഭാവം അങ്ങനെയൊന്നുമല്ല. അമ്മ എല്ലാരെ ഒരേ ത്രാസിലിട്ട് തൂക്കി നോക്കല്ല. കാരണം മനുവേട്ടനെ അമ്മ ഇങ്ങ് വിട്ടേക്ക്. മനുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചതി ചെയ്യുന്നതല്ല എന്ന് പറയണം. ഇത് കേട്ടതും ശാരി പറഞ്ഞു, എന്റെ മോളെ അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. ഈ പറയുന്ന എന്റെ മരുമാനാണ് ശരി, ആരും കണ്ണടച്ച് വിശ്വസിക്കില്ലെന്ന് പറയണം. അമ്മയ്ക്ക് എന്തു പറ്റി? അച്ഛന്റെ സ്വഭാവം തുടങ്ങിയെന്ന് തോന്നുന്നു. നേരത്തെ അച്ഛൻ എങ്ങനെയായിരുന്നു? എന്ത് നോക്കിയാലും എപ്പോ നോക്കിയാലും മനുവേട്ടനെ കുറ്റം പറയാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ ബാധ അമ്മയ്ക്കും കയറിയെന്ന് തോന്നേ. അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേന്ന് ചോദിക്കുകയാണ്. അതെ, എന്നെ എന്റെ കുഞ്ഞിനെ മനുവേട്ട പൊന്നു പോലെ നോക്കുന്നേ. വേറെ ഏതെങ്കിലും ആണുങ്ങളായിരുന്നു പണ്ട് ഞങ്ങൾ ഇട്ടെറിഞ്ഞിട്ട് പോയാനും. ഇപ്പോഴും കണ്ടില്ലേ എന്ത് സ്നേഹത്തോടു കൂടിയാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരി മനസ്സിൽ പറയാ, സ്നേഹമാണ് പോലും. അവൻ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ വേറെ പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടാ വരുന്നേ. പക്ഷെ ഇവളോട് എങ്ങനെയാ തുറന്നു പറയുന്നേ? ഒരമ്മയായി പോയില്ലേ താന്? അല്ലെങ്കിൽ തുറന്നു പറയായിരുന്നു. അത് മാത്രമല്ല, അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ മനസ്സിൽ എന്തായിരിക്കും? ഇവള് വല്ല കടുങ്കൈ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് പിന്നെ ആരുണ്ട് ഈ ലോകത്തില്? സ്വന്തം മോളല്ലെങ്കിൽ പോലും ഇത്രയും കാലം മോളെന്ന് കണ്ട് സ്നേഹിച്ചല്ലേ. ഇവളെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല ശാരിക്ക്. ശാരിക്ക് സമനില തെറ്റുന്ന പോലെ തോന്നി. ഇപ്പൊ താനാണ് ശരിക്കും ഭ്രാന്തിയായത്. തനിക്കാണ് ഇപ്പൊ ശരിക്കും ഷോക്ക് ട്രീറ്റ്മെന്റ് തരണ്ടേ. അല്ലെങ്കിൽ തനിക്ക് ഉറങ്ങാൻ പോലും പറ്റുമെന്ന് തോന്നില്ല. ഇനി രാത്രികളിൽ ഇനി ഉറങ്ങാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലായി കാര്യങ്ങളൊക്കെ. തകർന്ന മനസ്സോടെ ശാരി അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും രാഹുൽ വന്നിരിച്ചു. എന്താ ശരി, നിന്റെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ ഇരിക്കണേന്ന് ചോദിക്കണം. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കലെന്ന് പറയണം. അതിന് ഞാനിപ്പോ എന്താ ചെയ്തേ? ശാരിക്ക് മനസ്സിലായി. കാരണം ഒരു പക്ഷെ ഇങ്ങേര് രാഹുൽ എന്ന് പറയുന്ന ഇയാള് കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും മനോഹരനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേ. പക്ഷേങ്കിൽ അവൻ എന്തോ ഒരു കാര്യത്തിന് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ആ താരയുടെ കാര്യത്തിനാണോ? അതുകൊണ്ടാണോ ഇനി ഇങ്ങനെ സത്യങ്ങളൊന്നും തുറന്നു പറയാത്ത? എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നടന്ന പോലെ ശാരിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും കാരണം. എന്നാലും ഇതങ്ങനെ വെറുതെ വിടാണ്ട് ശാരി ഉദ്ദേശിച്ചില്ല. വൈകുന്നേരം മനോഹർ വരുവാണ്. അങ്ങനെ മനോഹർ നിക്കിയായിട്ട് അങ്ങനെ സൊള്ളി അടിച്ച് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇനി അടുത്ത ചാല ഒപ്പിച്ച് ആ ഒരു സന്തോഷത്തിലാണ് മനോഹർ വീട്ടിലേക്ക് വരുന്നത്. ഇനിയിപ്പൊ പേടിക്കണ്ട, സരിയു പോയാ പുല്ല. അടുത്ത കോടീശ്വരനെ കണ്ടെത്തിയില്ലോ. ആ ഒരു സന്തോഷത്തിൽ വന്നു കഴിയുമ്പത്തേനും ശാരി ഇവിടെ നിൽക്കുന്നുണ്ട്. ശാരിയുടെ മുഖം കണ്ടപ്പോ എന്തോ ഒരു പന്തിയോട് തോന്നി. ശാരി ചോദിച്ചു, അല്ല മോനെ നിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കാം. കഴിഞ്ഞമ്മ കഴിഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി പോയതെന്ന് പറയണ നമ്മുടെ ഫോറിൻ കമ്പനിയിലേക്ക്. അതിനു വേണ്ടിയിട്ടായിരുന്നു പറയണ. അല്ല എന്നിട്ടെല്ലാം സെറ്റായി നിൽക്കും. പിന്നെ അത് പിന്നെ ഓക്കെ അല്ലേ? ഞാൻ പോയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവാതിരിക്കും അമ്മേ. ഞാനല്ലേ എല്ലാത്തിനും മുൻപന്തി നിൽക്കുന്ന ആളെന്ന് ചോദിക്കണം. അതെ, എനിക്ക് മോനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാം. എന്നോടെന്താ അമ്മയ്ക്ക് സംസാരിക്കാളെ? അതെ, ഈ വീട്ടിൽ വെച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് പുറത്തൊന്ന് പോയാലോ, ബീച്ചിലൊന്ന് പോയാലോ എന്ന് ചോദിക്കും. ബീച്ചിൽ പോകാനോ? എന്ത് പറ്റി അമ്മയ്ക്ക്? അത് മോൻ വാ, ഞാൻ പറയാന്ന് പറയാണ്. ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരിയോ കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട്. അതാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, എന്നാ ഞാൻ വരാം, നമുക്ക് പോയേക്കാന്ന് പറയണം. അങ്ങനെ മനോഹരനെ കൊണ്ട് പോവാണ്. ഈ സമയം ശാരി മനസ്സിലോർത്തു, ഇവനെ ഒറ്റക്കുത്തിനെ കൂടെ കൊന്നാലോ? കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല, ഇവനെയും കൊല്ലണം. തന്റെ ഭർത്താവെന്ന് പറയാൻ ദുഷ്ടനെ കൊല്ലണം. പിന്നെ ഓർത്തു അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സരിയോ തന്നെയായിപ്പോ. ആകെപ്പാടെ പ്രശ്നമാവും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം തന്റെ തലവര. എന്ത് ചെയ്യാനാ? ആ കിരണിനെ കൊണ്ടെങ്ങാനും സരിയോനെ കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പൊ വാശിപ്പുറത്ത് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെയാ. അല്ല തനിക്കിത് കിട്ടണം, താൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്ത് കൂട്ടിയത്. ശാരി സ്വയം പശ്ചാത്താപിക്കാൻ തുടങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം. ഇനി ചിന്തിച്ചിട്ടും കൂടി കാര്യമില്ല. തന്റെ മകളുടെ ജീവിതം പോയത് തന്നെയാ. ലോകത്തുള്ള സർവ്വമാന പെൺകുട്ടികളെ കല്യാണം കഴിച്ച് നടക്കുന്ന ഒരു പക്ക ഫ്രോഡാണ് തന്റെ മരുമാൻ എന്നുള്ള സത്യം താൻ അറിഞ്ഞു. പക്ഷേങ്കിൽ ആ സരിയോ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിയുമ്പോൾ അവളുടെ നിലപാട് എന്തായിരിക്കും, അവളുടെ മനോനില എന്തായിരിക്കും, അതൊക്കെ ഓർത്തപ്പോൾ ശാരിക്ക് സഹിക്കാൻ പറ്റിയില്ല. പോകുന്ന സമയത്ത് ശാരി അധികമൊന്നും സംസാരിച്ചില്ല. മനോഹറിന് എന്തോ ഒരു പന്തികേട് തോന്നി. ഇവരിനി എന്തെങ്കിലും തന്നെ കുറിച്ച് അറിഞ്ഞിട്ടാണോ? പിന്നെ അങ്ങനെ അവര് ഒരു ബീച്ചിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. ബീച്ചിലാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശാരി പറഞ്ഞു മോൻ ഇറങ്ങാൻ പറയണം. അങ്ങനെ മനോഹറും ഇറങ്ങി. മനോഹർ ഇറങ്ങിയിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എന്താ എന്നോട് കാര്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞേ. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്ന് പറയണം. ശാരി ഇങ്ങനെ അവന്റെ കോളർ അങ്ങോട്ട് കുത്തിപ്പിടിക്കുക. നിനക്ക് എന്താന്ന് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതേടാ മനോഹർ പറഞ്ഞു, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അച്ഛന് സൂക്കേട് അമ്മയ്ക്കും തുടങ്ങിയെന്ന് ചോദിക്കുക. അതേടാ എനിക്കും തുടങ്ങിയടാ, എനിക്ക് നല്ല സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്. ഞാനേ വൈകിപ്പോയി നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാനായിട്ട്. നീ ഒരു പക്ക ഫ്രോഡാന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ശാരി മനോഹർ പറഞ്ഞു, ഓഹോ അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ആദ്യം ഒന്ന് ഉരുണ്ട് കളിക്കാണ്ട് ശ്രമിച്ചു.
നല്ല പിള്ളയാന്ന് ചമയായിട്ട് ശ്രമിച്ചു. പക്ഷെങ്കില് ശാരി പറഞ്ഞു, എടാ എനിക്ക് മനസ്സിലായടാ, ആ നിഷയുടെ കഴുത്തി താലി ചാർത്തി നീയല്ലേ. പിന്നെ ജുബാനയുടെ ബാപ്പനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അയാളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പറയണം. അതോടുകൂടി മനോഹറിന്റെ ഫ്യൂസ് പോയി. മനോഹറിന് മനസ്സിലായി എല്ലാ സത്യങ്ങളും അറിഞ്ഞ് തെളിവോട് കൂടിയാണ് ഇവർ തന്നെ കൈയോടെ പൊക്കിയിരിക്കുന്നത്. ഇനി ഇപ്പം ഒളിച്ചു കളിച്ചിട്ടൊന്നും കാര്യമില്ല. ശാരി പറഞ്ഞു, ഇന്നത്തോടു കൂടി നിന്റെ ഇത് അവസാനിച്ചടാ. സരയുവിനോട് ഞാൻ പോയി സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാ. ആ വീട്ടിൽ കാല് ഊത്തിടണതിന് മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും, അറിയാലോ. നീ ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോടാ. എന്നാലും നിനക്ക് എന്റെ മോളോട് ഇതെങ്ങനെ ചെയ്യാൻ തോന്നി? എന്നാലും എന്റെ പാവല്ലടാ മോളെന്ന് പറയാ. പിന്നെ പാവം പോലും നിങ്ങളുടെ മോള് എന്ത് ദുഷ്ടത്തല അവള് കാണിച്ചോണ്ടിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ആ കിരണും കല്യാണിന്റെ ഇടയ്ക്ക് എന്ത് ദുഷ്ടത്തല കാണിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവള് പക ഉള്ളിൽ വെച്ച് പക പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്തൊരു പാവാന്ന് പറയണം. ഒരു പാവം പോലും. പിന്നെ നിങ്ങളുടെ മോളോട് ഇത് പറയാൻ പോവാണെങ്കിലേ എനിക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മോളോട് പറയേണ്ടതായിട്ട് വരും. ഇത്രയും കാലം ഞാൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പല രഹസ്യങ്ങളും ഞാൻ അങ്ങോട്ട് പുറത്തു വിട്ടേന്ന് ചോദിക്കണം. ഇതോടെ ശാരി നിനക്ക് എന്ത് രഹസ്യങ്ങൾ അറിയാം? എന്തിനേറെ പറയുന്നു? താരാന്റിയുടെ കാര്യം അത് മാത്രം മതിയല്ലോ. പിന്നെ എന്താ കൂടുതൽ വേണ്ടേ? സരിയോ അതോടുകൂടി എന്നെ വെറുക്കുന്നേക്കാളും കൂടുതൽ നിങ്ങളെ വെറുക്കും. മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ഇത്രയും കാലം നിങ്ങൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒളിപ്പിച്ചു വെച്ച് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കുള്ള സരിയുവിന്റെ അമ്മ നിങ്ങളെല്ലാം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം. ആദ്യം ആട്ടി പുറത്താക്കാൻ നിങ്ങളെ ആയിരിക്കും, പിന്നീടായിരിക്കും എന്നെ പുറത്താക്കുള്ളൂ പറയാം. ഇത് കേട്ടപ്പം സമനില തെറ്റുന്ന പോലെ തോന്നി ശാരിക്ക്. എന്ത് ചെയ്യാനാ? മനസ്സിലായാലോ. അതുകൊണ്ട് എന്നെ കുറിച്ച് നമ്മ ശിവ എന്നൊരു അക്ഷരം പോലും മിണ്ടിപ്പോയേക്കില്ല. അങ്ങനെ മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമോ പിന്നെ നിനക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് തരും. ഞാനല്ല, സ്വന്തം മകള് തന്നെ കൊണ്ടേ തരൂന്ന് പറയണം. അങ്ങനെ വേണോന്ന് ചോദിക്കുവാണ്. പിന്നെ അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് എനിക്കറിയാം. കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾ ഭർത്താവിനോട് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഭർത്താവിന് ഈ കാര്യങ്ങളൊക്കെ അറിയാലോ. അങ്ങേർക്കും ഇതൊക്കെ അറിയാം. പക്ഷേങ്കിൽ അങ്ങനെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാ. അതുകൊണ്ട് അങ്ങേർക്കും ഒന്നും പുറത്ത് പറയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ രണ്ടുപേരും പെട്ടു നിൽക്കും എന്റെ മുന്നിൽ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ. പിന്നെ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? എനിക്ക് കുറച്ച് പണം തരാന്ന്. അങ്ങനെ പണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊടിയും തട്ടി അങ്ങോട്ട് പോകും. പിന്നെ എന്നെ കൊണ്ടൊരു ശല്യം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങളുടെ മകളുടെ കൺമുന്നിൽ പോലും ഞാൻ വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് അവളെ പിടിച്ച് കെട്ടിക്കുവോ എന്ത് വേളം ചെയ്യാന്ന് പറയണം. ഷാരി പറഞ്ഞു, എടാ ദുഷ്ട, നീ എന്നിട്ടും വീണ്ടും നീ പെണ്ണിനെ വല വിശിപ്പിടിക്കാൻ നടക്കുമല്ലേ? ഞാൻ കണ്ടറാ, എന്നെ കണ്ണും കൊണ്ട് കണ്ടറാ നീ ഒരു പെണ്ണുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഓഹോ, അത് നിങ്ങൾ കണ്ടല്ലേ? അതൊക്കെ എന്റെ ചെറിയൊരു നമ്പര്, അത് വലിയ നമ്പറിന് വരാൻ പോകുന്നുള്ളതെന്ന് പറയടാ. ഇനി അധികം നമ്പർ നീ കാണിക്കില്ലടാ, ഞാൻ നിന്നെ കാണിച്ചാരെന്നൊക്കെ ശാരി മനസ്സിൽ പറയാം. പക്ഷെ അത് പുറത്തു പറയാൻ പറ്റില്ല. ഇവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇവനോട് എന്തെങ്കിലും ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ മിക്കാറും സരുവിനോട് പോയി സത്യങ്ങളൊക്കെ തുറന്നു പറയും. അപ്പൊ ഇവന് എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ഇനി മാർഗമുള്ളൂ. പിന്നീട് ശാരി പറഞ്ഞു, എന്നാലും നീ ഇത്രയ്ക്ക് ദുഷ്ടനെന്ന് ഞാൻ കരുതിയില്ലടാ. സ്വന്തം മകനേക്കാളും കാര്യമായിട്ടില്ല നിന്നെ സ്നേഹിച്ച. ഞാൻ മാത്രമല്ല, സരിയും അവള് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നെയാടാ. ആ സ്നേഹം തിരിച്ചറിയാനായിട്ട് നീ വൈകി. എന്നാലും ഈ ചതി എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, മനോഹറിന്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുകയാണ്. ഇതെങ്കിലും ഞാൻ നിനക്ക് തരണം, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശാരി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് മനോഹർ പറഞ്ഞു, അതെ, നിങ്ങൾ ഇനി എത്ര കടന്ന് ചാടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ കുടിയും കഴിഞ്ഞു. സ്വന്തം ഭർത്താവ് തന്നെ നിങ്ങളെ ആദ്യം ചതിച്ചേ. അത്രയും വലിയ ചതിയൊന്നും ഞാൻ നിങ്ങളോട് ചതിച്ചിട്ടില്ലോ. നിങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റൂ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെല്ലാനും പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. തനിക്ക് ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലമുണ്ട്, പിന്നെ താൻ ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ചിന്തയായിരുന്നു മനോഹറിന്റെ മനസ്സിൽ. ആ സമയം നല്ല നല്ല സ്വപ്നങ്ങളെ കൊണ്ട് പ്രകാശം കിടക്കുക. കാരണം പ്രകാശിന്റെ മനസ്സിലേക്ക് വരുന്ന സ്വപ്നം ലക്ഷ്മിയമ്മനെ ഇല്ലാതാക്കുന്ന സ്വപ്നമായിരുന്നു. എന്തായാലും അവൻ പോയിട്ടുണ്ട്, ആ കൊലയാളി പോയിട്ടുണ്ട്. അവൻ ഉറപ്പായിട്ടും പോയിട്ട് അവളെ തീർക്കും. ഓഹോ, അന്നാ രക്ഷപ്പെട്ടു. അവള് തന്നെ ഉറങ്ങണ സമയത്ത് മുറിയുടെ ഫ്രണ്ടിൽ പോയി കഥയെ മുട്ടിക്കുമ്പോൾ കഥ തുറന്ന് നോക്കിയപ്പോഴത്തേനും ദേവിടെ അങ്ങോട്ട് കയറിച്ചില്ലും. അവളുടെ കഥ തീർക്കും. പിന്നെ തനിക്ക് സന്തോഷമായി. അങ്ങനെ ആ സ്വപ്നം കണ്ട് പ്രകാശൻ ഇങ്ങനെ മതിമറന്ന് കിടക്കുക. ഒറ്റ ദിവസം കൊണ്ട് കാര്യക്കൊക്കെ തീരുമാനമാക്കും. പിന്നീട് പിറ്റേ ദിവസം പ്രകാശൻ നേരെ രാജപ്പണ്ണനെ കാണാൻ ചെല്ലുവാണ്. രാജപ്പണ്ണനോട് പറഞ്ഞു, രാജപ്പണ്ണ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നിൽക്കും. ഓക്കെ അല്ലോന്നേ. അവൻ എന്താളും നാളെ കൊണ്ട് കാര്യങ്ങളൊക്കെ തീർക്കും. അതിനുശേഷം അവൻ വിളിക്കുള്ളൂ. ബാക്കി എമൗണ്ട് അപ്പം കൊടുത്താൽ മതി എന്ന് പറയണം. എന്റെ അണ്ണ, എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം പോലില്ല. അഥവാ എങ്ങനെ മയങ്ങിയാൽ തന്നെ ഞാൻ സ്വപ്നം കാണുന്നത് എന്താണെന്ന് അറിയാവോ? ആ ലക്ഷ്മി ഇങ്ങനെ മരിച്ച് വെള്ളം പൊച്ച് കിടക്കുന്ന അവളുടെ രൂപം എന്റെ മനസ്സിൽ നിറയും. അത് അത്രയും പെട്ടെന്ന് തന്നെ കാണിക്കാൻ അവനോട് പറയണമെന്ന് പറയാം. അതൊക്കെ ഏറ്റു. അവനൊരു കാര്യം ഏറ്റാ അവനെ കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടാന്ന് പറയാണ്. അങ്ങനെ പ്രകാശ് സന്തോഷത്തോടു കൂടി പോവാണ്. ഈ സമയം ലക്ഷ്മിമേൻ ടാർജറ്റ് ചെയ്ത് ഇവിടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇല്ലാതാക്കാൻ. പക്ഷേ എങ്കിൽ ഇതിനു മുമ്പ് തന്നെ കിരൺ ആ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ചന്ദ്രസേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്ദ്രസേന്റെ ഗുണ്ടകള് നേരത്തെ ഡേവിഡിനെ അങ്ങോട്ട് പൊക്കി. കാരണം
അവനെ പോയിക്ക് നല്ല വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്തു. ലക്ഷ്മിയമ്മനെ ഇല്ലാതാക്കാൻ വന്നവനാ, പക്ഷെ അവനെ ചന്ദ്രസേന്റെ ഗുണ്ടകൾ പഞ്ഞിക്കിടുവാണ്. പഞ്ഞിക്കിട്ട് അവസാനം അവൻ നിവൃത്തിയില്ലാതെ അവൻ നേരെ അവിടെ നിന്ന് ഓടുവാണ്. ചെന്നൈക്ക് തന്നെ സ്ഥലം വിടുവാണ്. അവന് വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ലക്ഷ്മിയമ്മനെ ഇന്ന് ഇല്ലാതാക്കും നാളെ ഇല്ലാതാക്കുമെന്ന് കരുതി കാത്തിരുന്ന പ്രകാശൻ അങ്ങനെ തകർന്നു പോവാണ്. പ്രകാശൻ അവസാനമാണ് ആ കാര്യങ്ങളൊക്കെ അറിയണേ. ലക്ഷ്മിനെ കൊല്ലാൻ വന്ന ആളെ ചന്ദ്രസേന്റെ ആൾക്കാർ കൈകാര്യം ചെയ്തു. അവൻ നാട് വിട്ടെന്നൊക്കെയുള്ള കാര്യം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ തകർന്ന് തരിപ്പണമായി പോണേ പ്രകാശന്. ഇനി എന്ത് ചെയ്യണമെന്നല്ല അറിയത്തില്ലാതെ പ്രകാശൻ നെട്ടോട്ട് ഓടുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. താനും മകനും ഇറങ്ങി തെണ്ടേണ്ടി വരുമെന്ന് മനസ്സിലായി. അവസാനം പ്രകാശൻ ആ കാര്യം തീരുമാനിക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ ആൾക്കാരെ വിട്ടിട്ട് കാര്യമില്ല, താൻ തന്നെ കളത്തിലിറങ്ങണം, എന്നെങ്കിൽ മാത്രം എന്തെങ്കിലും നടക്കുള്ളൂ എന്ന് കരുതിയിട്ട് പ്രകാശന് പുതിയ തന്ത്രമായിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഇനി പ്രകാശൻ എന്തൊക്കെ തന്ത്രങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും ലക്ഷ്മി അമ്മേനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനു മുമ്പ് തന്നെ കിരണും കല്യാണി കാർത്തി എല്ലാം ചേർന്നിട്ട് പ്രകാശനോട് പണി കൊടുത്തിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.